വരുന്നുണ്ട്. അല്ല, ഇതാര് ഫൽഗുവോ? അതെ, എന്റെ സ്കൂട്ടറിന് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. പിന്നെ എന്നോട് ക്ഷമിക്കണം, അമ്മാവന്റെ വീട്ടിൽ വെച്ച് എനിക്ക് നിന്നെ അഭിനന്ദിക്കാൻ പറ്റിയില്ല. എന്തിന്? ഓ, ഒന്നും എനിക്ക് അറിയില്ലെന്നാണ് നിന്റെ വിചാരം. അമ്മാവനെല്ലാം എന്നോട് പറഞ്ഞു. ഗായത്രിയുടെ ഭാഗ്യം, ഇത്രയും മിടുക്കനായ ഒരുത്തിനെ അവക്ക് ഭർത്താവായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പണ്ട് നീ തല്ലിപ്പൊളിയായിരുന്നു, പക്ഷെ ഇപ്പൊ നീ നല്ല നിലയിലായില്ലേ. പിന്നെ ചേലത്ത് നീ കട്ടും പിടിച്ചു കുറച്ചും ഒക്കെയാണ് കാശുണ്ടാക്കിയെന്ന് അസൂയക്കാര് പറയുന്നല്ലേ, അത് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ അമ്മാവനോട് പറഞ്ഞു, ഫൽഗു നല്ലവനാണ്, ഫൽഗുന് തന്നെ ഗായത്രിയെ കെട്ടിച്ചു കൊടുക്കണം. എന്താ സംശയം? നമ്മൾ ഒരുമിച്ച് മണ്ണപ്പം ചുട്ടും അച്ഛനമ്മ കളിച്ചും വളർന്നവരല്ലേ ഫൽഗു. ഞാൻ അതൊന്നും മറന്നിട്ടില്ല. നേര് പറഞ്ഞാൽ നീ ചെയ്യുന്ന ഒരു പുണ്യ കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ, അവളുടെ ബുദ്ധിമോശം കൊണ്ട് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് കരുതി ജീവിതകാലം മുഴുവൻ അവൾ ആ തെറ്റ് ആവർത്തിക്കണമെന്നില്ലല്ലോ. തെറ്റോ? എന്ത് തെറ്റ്? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു കാര്യം ചെയ്താൽ മതി, കല്യാണം കഴിഞ്ഞാൽ ഉടൻ നീ ഗായത്രി അങ്ങ് സേലത്തേക്ക് കൊണ്ടുപോയിക്ക്. അവൻ സേലം വരെ വന്നൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ വഴിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഏതാമത്തെ കാര്യമാണ് നീ പറയുന്നത്? അതൊന്നും കുഴപ്പമില്ല ഫൽഗു, കൗമാരത്തിന്റെ ചോരത്തിളപ്പിൽ അതൊക്കെ വെറും സ്വാഭാവികം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ് കട്ട് ചെയ്യുക, കാമുകന്റെ കൂടെ സിനിമയ്ക്ക് പോവുക, കാമുകൻ താമസിക്കുന്ന ലോഡ്ജിൽ കഴിയുക, ഇതൊക്കെ അത്രയ്ക്ക് വലിയ തെറ്റായിട്ട് നമ്മൾ കാണേണ്ട കാര്യമുണ്ടോ? അത്രയൊക്കെ ഗായത്രിയും ചെയ്തിട്ടുള്ളൂ. അതിന് നാട്ടുകാർ പിന്നെ കുത്തിപ്പൊക്കി ബഹളം ഉണ്ടാക്കി നാട്ടുകേസാക്കി. ഈ നാട്ടുകാർക്ക് ഇതിലെന്ത് കാര്യം? ഞാൻ പോട്ടെ ഫൽഗു, ഇനി എവിടെ കൊണ്ടുപോയാണോ ഈ സ്കൂട്ടർ ഞാൻ ശരിയാക്കുന്നത്. അത്ഭുതം, സ്റ്റാർട്ടായി. ഭാഗ്യവാന്മാരുടെ കൂടെ ഇടപെടിക്കാൻ ഫലം കിട്ടുമെന്ന് പറയുന്നത് എത്ര ശരി. പറ്റേ ഫൽഗു.